എല്ലാവർക്കും നമസ്കാരം. LB അക്കാദമി ഓൺലൈൻ ക്ലാസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് വന്നിരിക്കുന്നത് നമ്മുടെ 2025 ഒക്ടോബർ ബാച്ചിലേക്ക് രജിസ്ട്രേഷൻ ചെയ്തിട്ടുള്ള SSLC +2 വിദ്യാർത്ഥികളുടെ പരീക്ഷ ഫീസിനെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ നിങ്ങളിലേക്ക് ഷെയർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. സോ വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. 2026 ഏപ്രിൽ ബാച്ചിലേക്കുള്ള NIOS SSLC +2 കൊമേഴ്സ് ഹ്യൂമാനിറ്റീസ് സയൻസ് ബാച്ചുകളിലേക്കുള്ള അഡ്മിഷൻ നമ്മുടെ LB അക്കാദമി ഓൺലൈൻ ക്ലാസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ലോകത്ത് എവിടെയുള്ളവരാണെങ്കിലും നിങ്ങളുടെ മുടങ്ങിപ്പോയ SSLC +2 പഠനം നമ്മുടെ LB അക്കാദമി ഓൺലൈൻ ക്ലാസ് വഴി പൂർത്തീകരിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഉടൻ തന്നെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക കേട്ടോ. വിളിച്ചിട്ട് കിട്ടിയില്ലെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് അയക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കാം. അപ്പം ഇന്ന് വന്നിരിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ 2025 ഒക്ടോബർ ബാച്ചിലേക്ക് പരീക്ഷ എഴുതാൻ പോകുന്ന NIOS SSLC +2 വിദ്യാർത്ഥികളുടെ പരീക്ഷ ഫീസിനെ സംബന്ധിച്ചിട്ടുള്ള നോട്ടിഫിക്കേഷൻ നമ്മുടെ NIOSന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചു കഴിഞ്ഞിരിക്കുന്നു. അപ്പൊ നിങ്ങൾ എല്ലാവരും ഈ ഒരു വാർത്ത അറിഞ്ഞിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇനി അറിഞ്ഞിട്ടില്ലാത്ത ആളുകൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങൾ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കാം. ഓക്കെ, അപ്പൊ നമ്മുടെ പരീക്ഷ ഫീസിന്റെ നോട്ടിഫിക്കേഷൻ ഇപ്രകാരമാണ്. 2025 മെയ് 24 തീയതി മുതൽ 2025 ജൂൺ 23 വരെ 2025 ഒക്ടോബർ ബാച്ചിലേക്ക് പരീക്ഷ എഴുതാൻ പോകുന്ന NIOS SSLC +2 വിദ്യാർത്ഥികൾക്ക് ഫൈൻ ഇല്ലാതെ പരീക്ഷ ഫീസ് അടയ്ക്കാവുന്നതാണ്. അപ്പൊ ഇവിടെ നിങ്ങൾ ഓർക്കും, ഓക്കെ മിസ് 2025 ജൂൺ 23 വരെ നമുക്ക് ഫൈൻ ഇല്ലാതെ പരീക്ഷ ഫീസ് അടയ്ക്കാനുള്ള ടൈം ഉണ്ടല്ലോ. അപ്പൊ 2025 ജൂൺ 23 പരീക്ഷ ഫീസ് അടച്ചാൽ മതിയല്ലോ എന്ന് വിചാരിക്കും. അങ്ങനെ ഒരിക്കലും ചെയ്തേക്കല്. കാരണം ഈ ലാസ്റ്റ് നിമിഷം ആകുമ്പോൾ സൈറ്റ് ബ്ലോക്ക് ആവും, നമുക്ക് ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥയൊക്കെ വരും. മനസ്സിലായോ? അപ്പൊ അതുകൊണ്ട് ലാസ്റ്റ് നിമിഷത്തേക്ക് നിങ്ങൾ വെച്ചുകൊണ്ടിരിക്കരുത്. എക്സാം ഫീസ് അടയ്ക്കുകയാണെങ്കിൽ അതായത് ജൂൺ ഫസ്റ്റ് വീക്കോട് കൂടി അടച്ച് നിങ്ങൾ കംപ്ലീറ്റ് ആക്കാനായിട്ട് നോക്കുക കേട്ടോ. അപ്പൊ അതല്ലാതെ ഈ ലാസ്റ്റ് നിമിഷത്തിൽ വെച്ച് കഴിഞ്ഞാൽ സൈറ്റ് ഒക്കെ ബ്ലോക്ക് ഒന്നാമത് ഇപ്പൊ മഴയുള്ള സമയമാണ് അല്ലെ. അപ്പം കറണ്ടിന്റെ പ്രശ്നം അല്ലെങ്കിൽ നെറ്റ്വർക്ക് ഇഷ്യൂസ് അങ്ങനെ പല കാര്യങ്ങൾ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. സോ ലാസ്റ്റ് നിമിഷത്തിലേക്ക് വെച്ചുകൊണ്ടിരിക്കല്ലേ, എക്സാം ഫീസ് നേരത്തെ തന്നെ അടയ്ക്കാനായിട്ട് നോക്കുക. ഓക്കെ, ഇനി അതുപോലെ തന്നെ ഇനിയിപ്പോ ഇൻ കേസ് നിങ്ങൾക്ക് പരീക്ഷ ഫീസ് ഇപ്പൊ സാമ്പത്തികപരമായിട്ടുള്ള രീതിയിലൊക്കെ പിന്നോക്കം നിൽക്കുന്ന കുറച്ച് ആൾക്കാർ ആ ഒരു ടൈമിൽ ചിലപ്പോൾ നമുക്ക് പരീക്ഷ ഫീസ് അടയ്ക്കാനുള്ള ആ ഒരു എമൗണ്ട് ഒന്നും ആയിട്ടില്ല എന്ന് വിചാരിക്കാം. അപ്പൊ അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ എന്താ ഫൈനോട് കൂടി, അതായത് വിത്ത് ലേറ്റ് ഫീ ₹150 150 രൂപയോട് കൂടി ഓരോ വിഷയത്തിനാണ് കേട്ടോ. ഇപ്പൊ നിങ്ങളിപ്പോ ഒരു 5 വിഷയം എടുത്തിട്ടുള്ള കുട്ടികളാണെങ്കിൽ ഈ 5 വിഷയത്തിന് അതായത് ഓരോ വിഷയത്തിനും 150 രൂപ വീതം. അപ്പൊ നോർമൽ പരീക്ഷ ഫീസ് എത്രയാണോ, ഇപ്പൊ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എക്സാം ഫീസ് ഒരു 1750 രൂപയാണെന്ന് വിചാരിക്കാം. അപ്പൊ 1750 രൂപയാണെങ്കിൽ നിങ്ങൾ എത്ര വിഷയം എടുത്തേക്കുന്നത്? 5 വിഷയമാണ് നിങ്ങൾ എടുത്തിട്ടുണ്ടെങ്കിൽ അപ്പൊ എങ്ങനെയായിരിക്കും വരിക? ഈ 1750ന്റെ കൂടെ 5 വിഷയമാണെങ്കിൽ 5 × 150 കൂടെ വരും. മനസ്സിലായോ? അപ്പൊ 5 വിഷയമാണെങ്കിൽ ഓരോ വിഷയത്തിനും 150 വെച്ചിട്ടായിരിക്കും വരിക. അപ്പം ഇതിന്റെ കൂടെ ആ ഒരു എമൗണ്ട് കൂടെ വരുമ്പോ എന്തായിരിക്കും? നല്ലൊരു എമൗണ്ട് വരും അല്ലെ. അപ്പൊ അതുകൊണ്ട് ഫൈൻ ഇല്ലാതെയുള്ള ടൈമിൽ തന്നെ പരീക്ഷ ഫീസ് അടയ്ക്കാനായിട്ട് ശ്രദ്ധിക്കാം. അപ്പൊ നോക്കി 150, അതായത് ഓരോ വിഷയം നിങ്ങളിപ്പോ 5 വിഷയം എടുത്തിട്ടുള്ള കുട്ടികളാണെങ്കിൽ ഓരോ വിഷയത്തിനും 150 വെച്ചിട്ട് വരും. ഇനി 6 ആണെങ്കിൽ 6 × 150 വരും കേട്ടോ. അങ്ങനെയാണ്. അപ്പം അങ്ങനെ ഫൈനോട് കൂടി 150 രൂപ ഒരു പേപ്പറിന് 150 രൂപ ഫൈനോട് കൂടി 2025 ജൂൺ 24 മുതൽ 2025 ജൂലൈ 3 വരെ നിങ്ങൾക്ക് ഫൈനോട് കൂടി പരീക്ഷ ഫീസ് അടയ്ക്കാവുന്നതാണ്. ഇനി അതൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എങ്ങനെയാണെന്നറിയോ? നോക്കിയേ, വിത്ത് സൂപ്പർ ഫൈൻ ആണ്. സൂപ്പർ ഫൈൻ വരുമ്പോ എങ്ങനെയാണ്? നോർമൽ പരീക്ഷ ഫീസ് എത്രയാണോ അതിന്റെ കൂടെ 1600 രൂപ ഫൈൻ. അത് ഓരോ പേപ്പർ വീതമല്ല കേട്ടോ. അതായത് 5 വിഷയം എടുത്താലും 6 വിഷയം എടുത്താലും 7 വിഷയം എടുത്താലും അത്രയും വിഷയത്തിന് 1600 എക്സ്ട്രാ വരും. അപ്പൊ നോർമൽ പരീക്ഷ ഫീസ് എത്രയാണോ അതിന്റെ കൂടെ 1600 രൂപ സൂപ്പർ ഫൈനോട് കൂടി എത്രയാ? 2025 ജൂലൈ 4 മുതൽ 2025 ജൂലൈ 13 വരെയാണ് ഈ ഒരു രീതിയിൽ, അതായത് സൂപ്പർ ഫൈനോട് കൂടി നമുക്ക് പരീക്ഷ ഫീസ് അടയ്ക്കാനുള്ള സമയം എന്ന് പറയുന്നത്. അപ്പം പ്രത്യേകം ശ്രദ്ധിക്കുക, നമ്മൾക്ക് ഇതൊന്നും വേണ്ട. ഓക്കെ, നമുക്ക് ഇത് മാത്രം ശ്രദ്ധിച്ചാൽ മതി. കാരണം നമുക്ക് ഫൈൻ ഇല്ലാതെയാണ് നമ്മൾ പരീക്ഷ ഫീസ് അടയ്ക്കാനായിട്ട് ശ്രദ്ധിക്കേണ്ടത് അല്ലെ. അപ്പൊ 2025 ജൂൺ 23, ഞാൻ പറഞ്ഞു 23 വരെ നോക്കിയിരിക്കല്ല, അതിന് മുന്നേ തന്നെ നിങ്ങളുടെ പരീക്ഷ ഫീസ് നിങ്ങൾ അടയ്ക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പൊ ഇതാണ് നമ്മുടെ പരീക്ഷ ഫീസിനെ സംബന്ധിച്ചുള്ള വിവരം എന്ന് പറയുന്നത്. ഇനി ഇവിടെ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് 2025 ഒക്ടോബർ ബാച്ചിലേക്ക് ഫ്രഷ് ആയിട്ട് രജിസ്ട്രേഷൻ ചെയ്തിട്ടുള്ള സ്റ്റുഡൻസ് ഉണ്ടാവും അല്ലെ. അങ്ങനെയുള്ളവരാണ് ഈ ഒരു പരീക്ഷ ഫീസ് അനുസരിച്ച് പരീക്ഷ ഫീസ് അടച്ചു പോകേണ്ടത്. അതുപോലെ തന്നെ ഈ കഴിഞ്ഞ എക്സാം ഇപ്പൊ നമുക്കറിയാം, ഇപ്പൊ 2025 ഏപ്രിൽ ബാച്ച് വിദ്യാർത്ഥികൾ
പരീക്ഷയൊക്കെ എഴുതി നിങ്ങളുടെ റിസൾട്ടിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാണ് അല്ലെ. അപ്പൊ മുന്നേ ഉള്ള NIOSലൊക്കെ അഡ്മിഷൻ എടുത്ത് രജിസ്ട്രേഷൻ ഒക്കെ ചെയ്തിട്ടുള്ള കുട്ടികളുണ്ടാവും. അപ്പൊ അങ്ങനെയുള്ള ആളുകളൊക്കെ ചിലപ്പോൾ ഈ 2025 ഏപ്രിൽ ബാച്ചിലേക്ക് എക്സാം ഒന്നും എഴുതിയില്ല, അല്ലെങ്കിൽ എക്സാം ഫീസ് അടച്ചിട്ടുണ്ടാവില്ല. അങ്ങനെയുള്ളവർക്ക് ഈ ഒരു ഫീസ് അനുസരിച്ച് ഇപ്പൊ നമുക്ക് പരീക്ഷ ഫീസ് അടയ്ക്കാം കേട്ടോ. ഇനി 2025 ഏപ്രിൽ ബാച്ചിലെ പരീക്ഷ ഫീസിന്റെ നോട്ടിഫിക്കേഷൻ വന്നപ്പോൾ എക്സാം ഫീസ് നിങ്ങൾ അടച്ചു, പക്ഷെ എക്സാം എഴുതിയില്ല. അങ്ങനെയുള്ള സ്റ്റുഡൻസിന് ഈ ഒരു ബാച്ചിൽ എക്സാം ഫീസ് അടയ്ക്കാൻ സാധിക്കത്തില്ല. കാരണം 2025 ഏപ്രിൽ നിങ്ങൾ ഫീസ് അടച്ചായിരുന്നല്ലോ. എക്സാം എഴുതാത്തത് നിങ്ങളുടെ കയ്യിലെ കുഴപ്പമാണ്. അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേനും പുതിയ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരും. അപ്പൊ അതനുസരിച്ചാണ് നിങ്ങൾ പരീക്ഷ ഫീസ് അടയ്ക്കേണ്ടത് കേട്ടോ. അപ്പൊ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം. മുന്നേ ഉള്ള NIOSലൊക്കെ രജിസ്ട്രേഷൻ ചെയ്ത് എക്സാം ഫീസ് അടയ്ക്കാത്ത, അതായത് എക്സാം എഴുതാത്ത ആളുകളൊക്കെ ഉണ്ടെങ്കിൽ ഈ ഏപ്രിൽ എക്സാം ഫീസ് ഒന്നും അടച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഒക്ടോബറിൽ എഴുതിയെടുക്കാവുന്നതാണ് കേട്ടോ. അപ്പൊ ആ ഒരു കാര്യം ശ്രദ്ധിക്കുക. ഇതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ നമുക്ക് അടുത്ത ദിവസം നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ആർക്കൊക്കെയാണ് പരീക്ഷ ഫീസ് അടയ്ക്കാനായിട്ട് സാധിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളൊന്നും മനസ്സിലാക്കി വെക്കാം. ഇപ്പൊ 2025 ഒക്ടോബർ ബാച്ചിലേക്ക് പരീക്ഷ എഴുതാൻ പോകുന്ന NIOS SSLC +2 വിദ്യാർത്ഥികളെ പരീക്ഷ ഫീസിന്റെ നോട്ടിഫിക്കേഷൻ ആണ് NIOS ഒഫീഷ്യൽ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. എക്സാം ഫീസിന്റെ ഡീറ്റെയിൽസ് ഇങ്ങനെയാണ്. പിന്നെ എക്സാം ഫീസ് എത്രയാണ് വരുന്നതെന്നൊക്കെ ഉള്ളത് അടുത്ത വീഡിയോസിൽ നമ്മൾ അപ്ലോഡ് ചെയ്ത് നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങളൊന്ന് മനസ്സിലാക്കി വെക്കാം. ഓക്കെ, അപ്പൊ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. എന്തായാലും എക്സാം ഫീസിന്റെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. എത്രയും പെട്ടെന്ന് തന്നെ എക്സാം ഫീസ് അടച്ച് നിങ്ങളുടെ ഈ 2025 ഒക്ടോബർ ബാച്ചിലേക്കുള്ള നിങ്ങളുടെ എക്സാമിന്റെ അല്ലെങ്കിൽ പരീക്ഷ എഴുതാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു കാര്യങ്ങളൊക്കെ എത്രയും പെട്ടെന്ന് തന്നെ ചെയ്യാനായിട്ട് നോക്കുക കേട്ടോ. അപ്പൊ നിർത്തുന്നു. NIOSനെ സംബന്ധിച്ചിട്ടുള്ള പുതിയ ഇൻഫർമേഷൻസുമായി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.